സംസ്ഥാനത്ത് കൊടും കുറ്റവാളികൾക്ക് സംരക്ഷണം കിട്ടുന്നുവെന്ന് CPI പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ രാഷ്ട്രീയ റിപ്പോർട്ട്. സർക്കാരിനും CPM-നുമെതിരെ പരോക്ഷ വിമർശനമാണ് റിപ്പോർട്ടിലുള്ളത്. കൊടിസുനിയെ പോലെയുള്ളവർക്ക് ജയിൽ വിശ്രമകേന്ദ്രം പോലെയാണ്. കാപ്പ പോക്സോ പ്രതികൾക്ക് രാഷ്ട്രീയ സ്വീകരണം കിട്ടുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്ത് പോലീസുകാർ അമിതാധികാരം ഉപയോഗിക്കുകയാണ്. ADGP അജിത് കുമാറിനെ പോലെയുള്ളവർ മന്ത്രിമാരെ പോലും അംഗീകരിക്കുന്നില്ല. വിവിധ സർക്കാർ വകുപ്പുകളിൽ കുടുംബശ്രീ അംഗങ്ങളെ തിരുകി കയറ്റുന്നു. ഇത് PSCയെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും നോക്കുകുത്തിയാക്കുന്നതുപോലെയാണ്. മൃഗസംരക്ഷണ വകുപ്പ് പ്രവർത്തനം തൃപ്തികരമല്ലെന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ടായി. ബംഗാളിലെ ഹുഗ്ലി ജില്ലയിലെ സിംഗൂരിൽ നഴ്സിംഗ് ഹോമിൽ നഴ്സിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. നഴ്സിംഗ് ഹോമിന്റെ 4ാം നിലയിലെ മുറിയിൽ 24-കാരിയായ യുവതിയെ സീലിംഗ് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. നഴ്സിംഗ് ഹോമിന്റെ പ്രവർത്തനത്തിലെ ക്രമക്കേടുകൾ വെളിപ്പെടുത്തിയതിനെ തുടർന്ന് യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് BJPയും CPM-ഉം രംഗത്തെത്തി. നഴ്സിംഗ് ഹോമിനെതിരെ യുവതിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകി. അന്വേഷണത്തിന്റെ സുതാര്യത ഉറപ്പാക്കാൻ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം വീഡിയോയിൽ പകർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം കുടുംബത്തിന്റെ ആരോപണം നഴ്സിംഗ് ഹോം മാനേജ്മെന്റ് നിഷേധിച്ചു. യുവതി ആത്മഹത്യ ചെയ്തതാണെന്നാണ് മാനേജ്മെന്റിന്റെ ഭാഷ്യം. സംഭവം പുറത്തുവന്നതിന് പിന്നാലെ നഴ്സിംഗ് ഹോം പരിസരത്ത് സംഘർഷാവസ്ഥ ഉടലെടുക്കുകയും രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു. BJP പ്രവർത്തകർ റോഡ് അപരോധിക്കുകയും ടയറുകൾ കത്തിക്കുകയും ചെയ്തതോടെ 6 മണിക്കൂർ ഗതാഗത തടസ്സമുണ്ടായി. ഇരയുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ആശുപത്രിയിലേക്ക് CPM പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. ആശുപത്രിയിൽ മതിയായ സൗകര്യങ്ങളില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടി. മൃതദേഹം സൂക്ഷിച്ചിരുന്ന മോർച്ചറിയിലെ പ്രവർത്തിക്കാത്ത CCTV ക്യാമറകളും തകർന്ന വാതിലുകളും ചൂണ്ടിക്കാട്ടി CPM നേതാവ് തീർത്ഥങ്കർ റോയ് വാർത്താസമ്മേളനം നടത്തി. വിവാഹവുമായി ബന്ധപ്പെട്ട കാമുകനുമായി യുവതി വഴക്കിട്ടിരുന്നുവെന്ന് വാട്സപ്പ് പരിശോധിച്ചതിൽ നിന്ന് കണ്ടെത്തിയതാണ് പോലീസ് പറയുന്നത്. കാമുകനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. വിവാഹം കഴിക്കില്ലെന്ന് താൻ പറഞ്ഞതിനെ തുടർന്ന് യുവതി അസ്വസ്ഥയായിരുന്നുവെന്ന് ഇയാൾ സ്ഥിരീകരിച്ചു. ഇരയേക്കാൾ പ്രായം കുറവായതാണ് വിവാഹം കഴിക്കാത്തതിന്റെ പ്രധാന കാരണമെന്നും ഇയാൾ പറഞ്ഞു. താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി ശ്വേതാ മേനോൻ. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതാ അമ്മ സംഘടനയുടെ പ്രസിഡന്റാകുന്നത്. വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും സജീവമായ തെരഞ്ഞെടുപ്പിൽ ദേവനെ പരാജയപ്പെടുത്തിയാണ് ശ്വേതാ മേനോൻ വിജയം നേടിയത്. കുക്കു പരമേശ്വരനാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ട്രഷററായി ഉണ്ണി ശിവപാൽ തെരഞ്ഞെടുക്കപ്പെട്ടു. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കൊച്ചി മാരിയറ്റ് ഹോട്ടലിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 233 വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ സംഘടനയിലെ 507 അംഗങ്ങൾക്കാണ് വോട്ടവകാശമുള്ളത്. ചെന്നൈയിലായതിനാൽ മമ്മൂട്ടി വോട്ട് ചെയ്യാൻ എത്തില്ല എന്നാണ് വിവരം. മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവരടക്കമുള്ള പ്രമുഖർ വോട്ട് ചെയ്തു. ദേവനും ശ്വേതാ മേനോനുമായിരുന്നു അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള ആരോപണങ്ങൾക്കാണ് അമ്മയിലെ തെരഞ്ഞെടുപ്പ് വേദിയായത്. അശ്ലീല സിനിമകളിൽ അഭിനയിച്ചുവെന്നാരോപിച്ച് ശ്വേതാ മേനോനെതിരെ കേസ് വരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇത്തരം പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ചാണ് ശ്വേത സംഘടനയുടെ തലപ്പത്ത് എത്തുന്നത്. രവീന്ദ്രൻ, കുക്കു പരമേശ്വരൻ എന്നിവരായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചത്. കുക്കു പരമേശ്വരനെതിരെ സംഘടനയിലെ തന്നെ ഒരു സംഘം വനിതകൾ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ പൊതുപ്രതികരണങ്ങൾക്ക് നിൽക്കാതെ സംയമനത്തോടെയായിരുന്നു കുക്കുവിന്റെ ഇടപെടൽ. എന്തായാലും ഈ വിജയത്തോടെ സംഘടനയിലെ തന്റെ വിശ്വാസ്യത കൂടി തെളിയിക്കുകയാണ് കുക്കു. ജയൻ ചേർത്തലയും ലക്ഷ്മിപ്രിയയുമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ചത്. ട്രഷററായി ഉണ്ണി ശിവപാൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടർന്നുണ്ടായ വിവാദങ്ങളോടെയാണ് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത്. ഓഗസ്റ്റ് 28-ന് ഭരണസമിതി രാജിവെച്ചൊഴിഞ്ഞതോടെയാണ് വീണ്ടും തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പാകിസ്ഥാന് പ്രത്യക്ഷ മറുപടികൾ നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് നൽകിയത് പരോക്ഷ സന്ദേശമായിരുന്നു. അമേരിക്കയുടെ തീരുവ ഭീഷണി വിലപോവില്ല എന്ന് മോദി പറയാതെ പറഞ്ഞു. സ്വദേശി മന്ത്രി ചർച്ചയാക്കി. ലോകവിപണിയെ ഇന്ത്യ നയിക്കുമെന്നും പറഞ്ഞു. 2047ഓടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ $10 ട്രില്യൺ ആത്മനിർഭർ ഭാരതാണ് ഇന്ത്യയുടെ വഴിയെന്ന് ആവർത്തിച്ച മോദി ഡോളറിനെയും പൗണ്ടിനെയും ആശ്രയിക്കേണ്ട എന്ന് പറഞ്ഞ അമേരിക്കയുടെ തീരുവ ഭീഷണിയെ പരോക്ഷമായും വിമർശിച്ചു. സാങ്കേതികവിദ്യയിൽ ഇന്ത്യ ഏറെ മുന്നേറിയെന്നും വൈകാതെ ഇന്ത്യയിൽ നിർമ്മിച്ച ചിപ്പുകൾ വിപണിയിൽ നിറയുമെന്നും പറഞ്ഞു. ഇന്ത്യയിൽ തന്നെ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം. ഇന്ത്യയുടെ ഭാവി പുനർനിർമ്മിക്കേണ്ടതുണ്ട്. ഇത് വിവരസാങ്കേതിക വിദ്യയുടെ യുഗമാണ്. നമുക്ക് സ്വന്തമായൊരു AI ആവാസ വ്യവസ്ഥ വേണമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ത്യ ലോകവിപണിയെ ഭരിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സ്വന്തം കഴിവിലും വിഭവങ്ങളിലും വിശ്വസിക്കാം. ഡോളറിനെയും പൗണ്ടിനെയും മാത്രം ആശ്രയിക്കേണ്ടി വരില്ല. ഫൈറ്റർ ജെറ്റുകളുടെ എഞ്ചിനുകൾ ഇവിടെ നിർമ്മിക്കും. സൈബർ സുരക്ഷയിലും സ്വയം പര്യാപ്തത നേടും.
കോവിഡ് വാക്സിനിലൂടെ കോടികളെ കണക്കിന് പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു. വനിതാ സ്വയം സഹായ സംഘങ്ങൾ അത്ഭുതം സൃഷ്ടിച്ചു. ആശയങ്ങളുമായി യുവാക്കളെ കടന്നുവരൂ എന്ന് നിങ്ങൾക്കിവിടെ വലിയ ഇടമുണ്ട് എന്ന് സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഇവിടെ യാഥാർത്ഥ്യമാക്കണമെന്നും അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടി. എന്തിന് വിദേശ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കണം? സ്വന്തമായുധം കൊണ്ട് ശത്രുവിനെ തകർത്ത് നമുക്ക് സ്വന്തം കഴിവിൽ വിശ്വസിക്കാം. സ്വദേശി മന്ത്രം ഉരുവിടാം. നീണ്ടകാലം സർക്കാരിനെ സേവിക്കാൻ അവസരം കിട്ടി. ഇന്ത്യയുടെ അഭിവൃദ്ധിയാണ് ലക്ഷ്യം, ആരെയും ചവിട്ടിത്താഴ്ത്തലല്ല. നികുതി ഭാരത്തിൽ നിന്ന് മധ്യവർഗത്തിന് ആശ്വാസം കിട്ടിയിട്ടുണ്ട് എന്ന് ലോകവിപണി ഇന്ത്യ നയിക്കുന്ന കാലം വിദൂരമല്ല എന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ആളുകളെ ജയിലിലിടുന്ന അനാവശ്യ നിയമങ്ങൾ ഒഴിവാക്കി നിയമരംഗത്തും പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു. അടുത്ത ഘട്ടം GST പരിഷ്കരണം ദീപാവലിയോടെ ഉണ്ടാകും. ദീപാവലി സമ്മാനമായിരിക്കും GST പരിഷ്കരണം. GST നിരക്കുകൾ കുറയ്ക്കും, സാധനങ്ങൾക്ക് വില കുറയും, മധ്യവർഗ ജീവിതം കൂടുതൽ ആയാസരഹിതമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ അധിക നികുതിയെ അമേരിക്ക വിമർശിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രഖ്യാപനങ്ങൾ. ഇതും അമേരിക്കയുടെ വെല്ലുവിളിയെ ഇന്ത്യ നേരിടുമെന്നതിന്റെ തെളിവാണ്. തുടർച്ചയായ 12ാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് പ്രധാനമന്ത്രി ഇന്ന് നടത്തിയത്. അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ താരിഫ് നയം തിരിച്ചടിച്ചു തുടങ്ങിയെന്ന് കണക്കുകൾ പുറത്തുവന്നിരുന്നു. ജൂൺ മാസത്തെ അപേക്ഷിച്ച് ഹോൾസെയിൽ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ജൂലൈയിൽ കുതിച്ചത് 1.9% ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റ പ്രസിദ്ധീകരിച്ചു. 2022 ജൂണിന് ശേഷം ആദ്യമായാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഇത്രയും പെട്ടെന്ന് കൂടുന്നത്. 0.2% കൂടുമെന്ന സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനം തെറ്റിച്ചാണ് കണക്കിലെ കുതിപ്പ്. മൊത്തം വിലയിലെ മാറ്റങ്ങളുടെ ഭാരം അധികം താമസിയാതെ ഉപഭോക്താക്കളിൽ എത്തുമെന്നാണ് ഇപ്പോഴത്തെ മുന്നറിയിപ്പ്. 3 വർഷത്തിനിടയിലുണ്ടായ ഏറ്റവും വലിയ കുതിച്ചുചാട്ടം ഉപഭോക്താക്കൾക്ക് വലിയ ഭാരമാകാനാണ് സാധ്യത. ഇതിനിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ നിലപാടുകൾ ഇന്ത്യക്ക് തിരിച്ചടിയാകില്ല എന്ന ആത്മവിശ്വാസത്തോടെ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നത്.